സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഒരു വചനം വായിക്കുന്നു. ഈ വചനം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അധ്യായം 53 വാക്യം 5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വരികന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53:5 നമുക്ക് വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു അനുഭവിച്ച പീഡനങ്ങൾ അഥവാ സഹനങ്ങൾ, കഷ്ടതകൾ, അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് നാം കാണുന്നത്. ഇവിടെ പ്രധാനമായും ഈ വാക്യത്തിൽ 3 കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ആദ്യമായി, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി യേശു അനുഭവിച്ച കഷ്ടതകളാണ്. മാനവരാശിയുടെ പാപങ്ങൾ എല്ലാ മനുഷ്യരെയും നിത്യ നരകത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്നു. ഇതിന് ഒരു പരിഹാരം കണ്ടെത്തിയേ തീരൂ. ആ പരിഹാരം മനുഷ്യ കരങ്ങളാൽ അസാധ്യം. അതുകൊണ്ടാണ് ആ വലിയ ഉത്തരവാദിത്വം സർവശക്തനായ ദൈവം തന്നെ ഏറ്റെടുത്തത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് അഥവാ പാപങ്ങൾക്ക് പരിഹാരം ദൈവം തന്നെ കണ്ടെത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ സ്വർഗത്തിൽ വസിച്ചിരുന്ന ദൈവത്തിൻ്റെ ആളത്വത്തിൽ രണ്ടാമനായ പുത്രനായ ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ അഥവാ പാപ പരിഹാര ബലിയർപ്പിക്കുവാൻ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് മാനവരാശിയുടെ പാപങ്ങളുടെ കടം തീർക്കുകയായിരുന്നു. രണ്ടാമതായി ഈ വചനത്തിൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ സമാധാനത്തിനു വേണ്ടിയുള്ള ഒരു പ്രതിക്രിയ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടത് പാപത്തിൻ്റെ അനന്തരഫലമായാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോൾ ആ പാപം ചെയ്യുന്ന സമയം മുതൽ അവൻ്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാനിടയാകും, നീ ഒരു പാപം ചെയ്തിരിക്കുകയാണ്, ഈ പാപത്തിന് ശിക്ഷയുണ്ട്, നീ പേടിക്കണം. ഇങ്ങനെ ഓരോ പാപവും മനുഷ്യൻ്റെ സമാധാനത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. മാനവരാശിയുടെ സമാധാനം കെടുത്തുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം മാനവരാശിക്കും സമാധാനം നൽകുവാൻ സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ അഥവാ ദൈവപുത്രനെ നമുക്കായി നൽകുകയായിരുന്നു. ഈ വാക്യം അവസാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളിൽ നമുക്ക് ലഭിക്കുന്ന സൗഖ്യത്തോടു കൂടിയാണ്. യേശുവിൻ്റെ അടിപ്പിണരുകൾ എങ്ങനെയാണ് നമുക്ക് സൗഖ്യദായകമാകുന്നത്?
അതേ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ തെറ്റിന് അഥവാ ലംഘനത്തിന്, പാപത്തിന് മറ്റൊരു വ്യക്തി ഈ ശിക്ഷ ഏറ്റെടുക്കുന്നു, അങ്ങനെ നമ്മെ വിടുവിക്കുന്നു. അങ്ങനെ നമുക്ക് ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ ആത്മസൗഖ്യം ലഭിക്കുന്നു. ആമേൻ, ആമേൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിരുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല.